നമുക്കായി കാത്തു വച്ചിരിക്കുന്ന എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ വേറെന്തോ നല്ലത് നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുക. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നവും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. നമ്മളെക്കാളും പരിമിതമായ സാഹചര്യങ്ങളിൽ എത്രയോ സന്തോഷത്തോടെ കഴിയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ പരിമിതികളെ നമ്മുടെ മേന്മയാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ഒരു കുറവ്. ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിത അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാണുന്ന സമയത്ത് കണ്ടില്ല എന്ന് നടിച്ച് കടന്നുപോയിട്ടുള്ള ആളുകൾ, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, കുറ്റം പറഞ്ഞവർ, ഒരുപാട് ഇടങ്ങളിൽ പരദൂഷണം പറഞ്ഞവർ, നമുക്ക് ഉള്ള അവസരങ്ങളെ തട്ടിയെടുത്ത് മാറ്റി കടന്നുപോയിട്ടുള്ള ആൾക്കാർ, പരിഹാസത്തിൻ്റെയും കുത്തുവാക്കുകൾക്കും ഇടയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള എത്ര കാലങ്ങൾ. അങ്ങനെ നമ്മളെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ആരോടും ഒരു പരിഭവവും പറയാതെ, ആരുടെ മേലും കുറ്റം ചാർത്താതെ നമുക്ക് ചെയ്യാനുള്ളത് കൂടുതൽ മികവോടെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറെ മികവോടെ, ഏറെ പുതുമയോടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയവരും മാറ്റി നിർത്തിയവരും സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളത്. ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ളത്, നമ്മളെ തേടി വരാനുള്ളത് കിട്ടേണ്ട സമയത്ത്, എത്തേണ്ട സമയത്ത് നമ്മളെ തേടി തന്നെ വന്നുകൊണ്ടിരിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അത് ഏറെ പുതുമയോടെ, ഏറെ ധൈര്യത്തോടെ, ഏറെ ശക്തിയോടെ ചെയ്താൽ മാത്രം മതി. ജീവിതം വല്ലാത്തൊരു യാത്രയാണ്.